ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ നമ്മൾ എടുക്കുന്ന യൂണിറ്റ് കോസ്റ്റിങ്ങിലെ ഏറെക്കുറെ എല്ലാ ടോപ്പിക്സും നമ്മൾ എടുത്തു കഴിഞ്ഞു, കവർ ചെയ്ത് കഴിഞ്ഞു. പ്രധാനമായിട്ടും യൂണിറ്റ് കോസ്റ്റിങ്ങിൽ യൂണിറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ യൂണിറ്റ് കോളമുള്ള കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. സെക്കൻഡ് സ്റ്റേജായിട്ട് അതിൽ നിന്നും ബഡ്ജറ്റ് കോസ്റ്റ് ഷീറ്റുകൾ പ്രിപ്പയർ ചെയ്യുക. അതിന് ഒരു 3 കാറ്റഗറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫിക്സഡ് വേരിയബിൾ ഉള്ള കാറ്റഗറി ഉണ്ട്. ഓവർ ഹെഡിൻ്റെ പെർസെൻറ്റേജസ് നോക്കി ഡയറക്റ്റ് വേജസിൻ്റെയും ഫാക്ടറി കോസ്റ്റിൻ്റെയും ഒക്കെ പെർസെൻറ്റേജിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഓവർ ഹെഡ്സ് ചാർജ് ചെയ്യുന്ന ബഡ്ജറ്റഡ് കോസ്റ്റ് ഷീറ്റുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ 3 കാറ്റഗറിയിലും ബഡ്ജറ്റഡ് കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടെൻഡർ കോസ്റ്റ് ഷീറ്റ്, കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പഠിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ മുഴുവൻ ടോപ്പിക്കും കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിലെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അല്ലെങ്കിൽ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യനിലെല്ലാം വരാം. ഒരു ഓർഡിനറി യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ വരാം. ഒരു ബഡ്ജറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ വരാം. അതായത് നമുക്കൊരു ഓർഡർ കിട്ടി, ഒരു സ്പെഷ്യലൈസ്ഡ് മെഷീൻ്റെ ഓർഡർ കിട്ടി, അത്തരം ക്വസ്റ്റ്യൻസ് വരാം. ക്ലോസിംഗ് സ്റ്റോക്കിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇത്തരം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. 1-2 ക്ലാസ്സുകൾ കൂടി എടുത്ത് ഈ ടോപ്പിക്ക് കവർ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കുറേ അധികം ക്ലാസ്സുകളായി ഈ ടോപ്പിക്ക് പോകുന്നു. പല വെറൈറ്റി ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണ് ക്ലാസ്സിൻ്റെ നമ്പർ സ്വാഭാവികമായിട്ടും കൂടുന്നത്. അപ്പോൾ അത് നമുക്ക് മാക്സിമം കുറയ്ക്കേണ്ടതാണ്. ഇത്രയധികം കൂടാൻ പാടില്ല. എങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധം നോക്കി അടുത്ത 1-2 ക്ലാസ്സുകൾ കൂടി എടുത്ത് നമുക്ക് ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 302 അല്ലെ ഇല്ലസ്ട്രേഷൻ 19 ആണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. ഇത് സ്ക്രാപ്പ് ആൻഡ് ഡിഫക്റ്റീവ് എന്നുള്ള ഒരു ഹെഡിൽ വരുന്ന ക്വസ്റ്റ്യനാണ്. ഫോളോയിങ് ഫിഗേഴ്സ് ആർ കളക്റ്റഡ് ഫ്രം ദ ബുക്സ് ഓഫ് എൻ അയൺ ഫൗണ്ടറി ആഫ്റ്റർ ദ ക്ലോസ് ഓഫ് ദി ഇയർ. അപ്പോൾ ഇതൊരു അയൺ ഫൗണ്ടറിയിലെ ഒരു ക്വസ്റ്റ്യനാണ്, അവിടുത്തെ ഒരു ക്വസ്റ്റ്യനാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 7,000. Purchases of materials during the year 55,000. Closing stock of raw material 5,000. ഇനി ഡയറക്റ്റ് വേജസ്, വർക്ക്സ് ഓവർഹെഡ് 50% ഓഫ് ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് 12,000 പറഞ്ഞു കേട്ടോ. അതിന് താഴെയാണ് വർക്ക്സ് ഓവർഹെഡ് 50% ഓഫ് ഡയറക്റ്റ് വേജസ്. സ്റ്റോഴ്സ് ഓവർഹെഡ് 10% ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. ഇനി അടുത്ത പാരഗ്രാഫായിട്ട് 10% of the castings were rejected, being not up to the specifications, and a sum of rupees 600 was realized on sale of scrap. അപ്പോൾ 10% കാസ്റ്റിങ്സ് റിജക്റ്റ് ചെയ്തു. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് അയൺ, ഈ നമ്മുടെ ഇലക്ട്രിക് മോട്ടറിൻ്റെയൊക്കെ ബോഡി അല്ലേ, അത് കാസ്റ്റിംഗ് ആണ്. നമ്മുടെ ഫാൻ്റെ മോട്ടോറിൻ്റെ ബോഡി കാസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കാസ്റ്റിംഗ് കൃത്യമായിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ക്വാളിറ്റി അപ് ടു ക്വാളിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന എത്രയാണ്, 10% റിജക്റ്റ് ചെയ്തു. പക്ഷേ ആ റിജക്റ്റ് ചെയ്തിട്ടുള്ള കാസ്റ്റിങ്ങിന് നമുക്ക് എന്ത് കിട്ടുന്നു, സ്ക്രാപ്പ് വാല്യൂ കിട്ടുന്നു. ഇരുമ്പ് വില, തുരുമ്പ് വില എന്നൊക്കെ പറയാം. സ്ക്രാപ്പ് വാല്യൂ 600 രൂപ കിട്ടുന്നു. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ നമ്മൾ എക്സ്പെൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത് അല്ലേ. അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ റിസീവ് ചെയ്യുന്ന 600 rupees നമുക്ക് എന്തായിട്ട് എടുക്കാം, ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുകയും അത് ലെസ് ചെയ്യുകയും ചെയ്യാം. അടുത്ത പാരഗ്രാഫിൽ 10% ഓഫ് ദ ഫിനിഷ്ഡ് കാസ്റ്റിങ്സ് വേർ ഫൗണ്ട് ടു ബി ഡിഫക്റ്റീവ് ഇൻ മാനുഫാക്ചർ ആൻഡ് വേർ റെക്ടിഫൈഡ് ബൈ എക്സ്പെൻഡിച്ചർ ഓഫ് അഡീഷണൽ വർക്ക്സ് ഓവർഹെഡ് ചാർജസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് 25% ഓൺ പ്രൊപ്പോർഷനേറ്റ് ഡയറക്റ്റ് വേജസ്. മറ്റൊരു 10% കൂടി എന്തായിട്ട് വന്നു, ഫിനിഷ്ഡ് കാസ്റ്റിങ്സിലെ ഡിഫക്റ്റീവായിട്ടുണ്ടായി. അടുത്തൊരു 10% കൂടി ഡിഫക്റ്റീവായിട്ട് കേടുപാടുകൾ സംഭവിച്ചു. പക്ഷേ അത് എന്ത് ചെയ്യാൻ നമുക്ക് ഒരു അഡീഷണൽ വർക്ക് ചെയ്തുകൊണ്ട് അതിനെ
സെയിലബിളാക്കി മാറ്റാം. 25% എന്താണ് ഡയറക്റ്റ് വേജസിൻ്റെ 25% പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൂടി അഡീഷണൽ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ 10% കാസ്റ്റിങ്സ് നമുക്ക് സെയിലബിളാക്കി മാറ്റാൻ സാധിക്കും. അടുത്തത്, ദ ടോട്ടൽ ഗ്രോസ് ഔട്ട്പുട്ട് ഡ്യൂറിങ് ദ ഇയർ വാസ് 1000 tons. അപ്പോൾ ഇവിടെ ഗ്രോസ് ഔട്ട്പുട്ട് എന്ന് പറയുന്ന 1000 ടണ്ണാണ്. കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് സെയിലബിൾ കാസ്റ്റിങ്സ് പെർ ടൺ. നമ്മൾ എന്ത് ചെയ്യണം, സെയിലബിൾ കാസ്റ്റിങ്സിൻ്റെ ഒരു ടണ്ണിൻ്റെ സെയിലബിൾ കാസ്റ്റിങ്സിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. അതാണ് നമുക്കുള്ള ടാസ്ക്. എന്തായാലും നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ബോർഡിൽ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. 2 എമൗണ്ട് കോളം, ഒരു ഇന്നർ കോളും ഒരു ഔട്ടർ കോളും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഔട്ട്പുട്ട് 1000 യൂണിറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു സ്ക്രാപ്പിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അറിയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഒരു 7000 യൂണിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് സാധാരണ പോലെ തന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് സാധാരണ സ്റ്റോക്കുള്ള ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ തുടങ്ങാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് 7000 ആണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്കത് ഫസ്റ്റ് കോളം അതിനുവേണ്ടി ഉപയോഗിക്കാം. ആഡ് പർച്ചേസസ് ഓഫ് റോ മെറ്റീരിയൽസ് ആഡ് ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കിനോടുകൂടി പർച്ചേസസ് ആഡ് ചെയ്യാം. പർച്ചേസസ് വന്നിട്ടുള്ളത് 55,000. പർച്ചേസസ് ആഡ് ചെയ്തിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. 0 0 0 62,000. ഇനി ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് കുറയ്ക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് 5000 ആണ്, 5000 ആണ്. ഇത് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂമർ. അപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ എമൗണ്ട് ആയിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അത് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ കുറച്ചിടെയായിട്ട് ബഡ്ജറ്റ് കോസ്റ്റ് ഷീറ്റ് ആയതുകൊണ്ടാണ് ഇതിൽ നിന്നൊരു വ്യത്യാസം വന്നത്. ഇപ്പോൾ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റേ ആയിട്ടുള്ളൂ. ഇനി സാധാരണ പോലെ ഡയറക്റ്റ് വേജസ് ആഡ് ചെയ്യുക, ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യുക, അപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടും. നമുക്ക് ഡയറക്റ്റ് വേജസ് തന്നെയാണ് തന്നിട്ടുള്ളത്, അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കൂടെ ഡയറക്റ്റ് വേജസ് പറഞ്ഞിട്ടുള്ളത് 12,000 rupees ആണ്.
12,000. ഇനി ഡയറക്റ്റ് എക്സ്പെൻസസോ അല്ലെങ്കിൽ എന്താണ് ഡയറക്റ്റ് മറ്റ് എക്സ്പെൻസ് അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഡയറക്റ്റ് എക്സ്പെൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഇല്ലെങ്കിൽ ഇതാണ് പ്രൈം കോസ്റ്റ്. ഇത് ആഡ് ചെയ്താൽ പ്രൈം കോസ്റ്റ് കിട്ടും. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഡയറക്റ്റ് എക്സ്പെൻസ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഉള്ള 2 ഐറ്റംസ് ആഡ് ചെയ്യാം. $69,000. അതിന് പേര് കൊടുക്കുക. ഇത് പ്രൈം കോസ്റ്റാണ്. പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറിയുള്ള ഓവർഹെഡ്സ് ആണ്. ഫാക്ടറി അത് നമുക്ക് തന്നിട്ടുണ്ടോ നോക്കിയിട്ട് എഴുതിയാൽ മതി. ഫാക്ടറി ഓവർഹെഡ്സ് എന്നല്ല പറഞ്ഞിട്ടുള്ളൂ, വർക്ക്സ് ഓവർഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഫാക്ടറി ഓവർഹെഡ് എന്നുള്ളത് വേണമെന്നില്ല, വർക്ക്സ് ഓവർഹെഡ് എന്ന് കൊടുത്താൽ മതി. രണ്ടും ഫാക്ടറി കോസ്റ്റ് അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ്, ഫാക്ടറി ഓവർഹെഡ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ് ഉണ്ട്, ശരിയാണ്. ഫാക്ടറി ഓവർഹെഡ് എന്ന് എഴുതിയോണ്ട് തെറ്റൊന്നുമില്ല. എങ്കിലും നമുക്ക് തന്നിട്ടുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. ഫാക്ടറി ഓവർഹെഡ്സ് എന്നുള്ളത് വർക്ക്സ് ഓവർഹെഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമുക്ക് തന്നിട്ടുള്ള 50% ഓഫ് ഡയറക്റ്റ് വേജസ് ആണ്. 50% ഓഫ് ഡയറക്റ്റ് വേജസ്. അപ്പോൾ ഡയറക്റ്റ് വേജസ് എത്രയാണ്? ഡയറക്റ്റ് വേജസ് 12,000 ആണ്. അതിൻ്റെ പകുതി 12,000 ഇൻറ്റു 50%. അപ്പോൾ 6,000. അടുത്തത് ഒരു ഓവർഹെഡ് കൂടി പറഞ്ഞിട്ടുണ്ട്, സ്റ്റോഴ്സ് ഓവർഹെഡ്. അതുകൂടി ആഡ് ചെയ്യാം. ആഡ് തന്നെയാണ്. സ്റ്റോഴ്സ് ഓവർഹെഡ്സ് ആണ്. സ്റ്റോഴ്സ് ഓവർഹെഡ്സ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ 10%. 10% എന്ന് പറയുമ്പോൾ 5,700. 5,700. ഇത്രയും കഴിഞ്ഞ് ഓവർഹെഡ്സ് കഴിഞ്ഞു. അണ്ടർലൈൻ ചെയ്യുക, താഴേക്ക് ആഡ് ചെയ്തിടുക. 0, 0, 7, 80,700 നമ്മുടെ റിസൾട്ട്. അപ്പോൾ സാധാരണ ഇതിൻ്റെ റിസൾട്ട് കിട്ടിയാൽ നമ്മൾ ഉടൻ തന്നെ എന്ത് ചെയ്യും, ഇത് ആണ് നമ്മുടെ എന്താണ് ഫാക്ടറി കോസ്റ്റ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അതായത് ഫാക്ടറിയിലെ കോസ്റ്റ്, ഫാക്ടറിയിലെ വർക്ക് കഴിഞ്ഞ് പുറത്തേക്ക് ആ പ്രോഡക്റ്റ് വരുമ്പോൾ ഉള്ള കോസ്റ്റിനെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് ഓഫീസ് ഓവർഹെഡ് ആണ്. അപ്പോൾ ഓഫീസ് ഓവർഹെഡ് കൂടി ആഡ് ചെയ്താലാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഫാക്ടറിയിലെ കോസ്റ്റാണ് 80,700. ഇവിടെയാണ്, ഈ സ്റ്റേജിലാണ് നമുക്ക് സ്ക്രാപ്പ് വിറ്റ് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ റിസീവ് ചെയ്യുന്നു. സ്ക്രാപ്പ് ഐറ്റംസ് വിറ്റ് കിട്ടുന്ന സ്ക്രാപ്പ് വാല്യൂ റിസീവ് ചെയ്യുന്നു. അത് നമുക്ക് ഇൻകമാണ്. സ്ക്രാപ്പ് റെസിപ്റ്റ് എന്ന് പറയുന്നത്, സ്ക്രാപ്പ് വാല്യൂ കിട്ടുക എന്ന് പറയുന്നത് നമ്മുടെ ഇൻകമാണ്. ആ ഇൻകം ഈ 80,700 എന്ന് പറയുന്ന എക്സ്പെൻസ് ആണ്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അത് ലെസ് ചെയ്യണം കേട്ടോ. അതാണ് ഇവിടുത്തെ ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇവിടെയാണ് ഇതാണ് ചെയ്യാൻ പോകുന്നത്. ലെസ് സെയിൽ ഓഫ് സ്ക്രാപ്പ്. സെയിൽ ഓഫ് സ്ക്രാപ്പ് എത്രയാണ് അതും കൂടി ശ്രദ്ധിക്കുക. സെയിൽ ഓഫ് സ്ക്രാപ്പ് 10% ആണ് സ്ക്രാപ്പ് വന്നിട്ടുള്ളത്. പക്ഷെ നമുക്ക് 10% ഒന്നും കണക്കാക്കേണ്ട കാര്യമില്ല. എന്താണ്, ഇവിടെ 600 രൂപയാണ് റിയലൈസ് ചെയ്തിട്ടുള്ളത്. 10% എന്ന് പറയുന്നത് 100 ടണ്ണാണ് കേട്ടോ.
വേണമെങ്കിൽ അങ്ങനെ എഴുതാം. 10% ദാറ്റ് ഈസ് 100 ടൺസ്. എമൗണ്ട് എത്രയാണ് വരിക? 600 വരിക. അത് കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ 80,100 80,100 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യമുള്ളത്, ഈ 10% കുട്ടികൾക്കൊരു സംശയമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർ ഇവിടെ നോക്കിയാൽ മതി. ഔട്ട്പുട്ട് 1000 യൂണിറ്റ്സ് ആണ്. ആ 1000 യൂണിറ്റ്സിൻ്റെ 10% എന്ന് പറയുമ്പോഴാണ് 100 യൂണിറ്റ് പറയുന്നത് കേട്ടോ. ഔട്ട്പുട്ടാണ് നമുക്ക്, ഇൻപുട്ട് അതുതന്നെയാണ് എമൗണ്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ അസ്യൂം ചെയ്യുമ്പോഴാണ് 10% സ്ക്രാപ്പ് 100 ടൺസ് ആണെന്ന് മനസ്സിലാവുന്നു. അപ്പോൾ 100 ടൺ ഓൾറെഡി സ്ക്രാപ്പായിട്ട് വിറ്റ് കഴിഞ്ഞു. മനസ്സിലായോ? ഓൾറെഡി 100 ടൺ സ്ക്രാപ്പായിട്ട് വിറ്റ് കഴിഞ്ഞു. ദെൻ ബാക്കിയുള്ളതാണ് എന്തായിട്ട് പറയുന്നത്? ഈ ഫാക്ടറി കോസ്റ്റ് ആയിട്ട് പറയുന്നു. ദെൻ നമുക്കതിനെ എഴുതാം ഫാക്ടറി കോസ്റ്റ്. For 900 tons. 900 tons of FG. FG എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സ് ഓർ ഓഫ് കാസ്റ്റിങ്സ്, അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. കാസ്റ്റിങ്സ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1000 ടണ്ണാണ് ഉള്ളത്, ഔട്ട്പുട്ട് ഉള്ളത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഗ്രോസ് ഔട്ട്പുട്ടാണ്. വേണമെങ്കിൽ അവിടെ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഇവിടെ നമ്മൾ ഗ്രോസ് ഔട്ട്പുട്ട് എന്ന് എഴുതാം. അതായത് ഇതൊക്കെ കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ 100 ടണ്ണ് സ്ക്രാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് 900 ടണ്ണാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ 900 ടണ്ണിനാണ് 80,100 രൂപ കോസ്റ്റ് വന്നിട്ടുള്ളത്. പക്ഷേ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് കൂടി പറയുന്നുണ്ട്. ഒരു 100 ടണ്ണ് കൂടി, ഒരു 10% കൂടി ഡിഫക്റ്റീവായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ അത് നമ്മൾ സെയിലബിൾ ആക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? അഡീഷണൽ ഒരു 25% കൂടി നമ്മൾ എന്തായിട്ട് എടുത്തു? അതിനെ അഡീഷണൽ ഓവർ ഹെഡായിട്ട് വന്നു. അപ്പോൾ അതെങ്ങനെ നോക്കാം? നമുക്ക് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ആഡ് അഡീഷണൽ ഓവർഹെഡ്സ്. അഡീഷണൽ ഓവർഹെഡ്സ് എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ 10% എന്ന് പറഞ്ഞു. 10% എന്ന് പറയുമ്പോൾ ഇവിടെ ഫിനിഷ്ഡ് യൂണിറ്റ്സ് 900 ആണ്, അതിൻ്റെ 10%. അപ്പോൾ 90 ആണ് വരിക. ആ 90 യൂണിറ്റ്സിനെ ഡയറക്റ്റ് വേജസിൻ്റെ അതേ പ്രൊപ്പോർഷനിൽ, അപ്പോൾ പ്രൊപ്പോർഷൻ കാണാൻ എന്ത് ചെയ്യണം? ഡയറക്റ്റ് വേജസ് 12,000, ടോട്ടൽ യൂണിറ്റ്സ് 1000 ഇൻറ്റു 90. 90 എന്ന് പറയുന്നത് 900 ആണ് ഫിനിഷ്ഡ് യൂണിറ്റ്സ്. ഇതിൻ്റെ 10% 90 ഇൻറ്റു ഇതിൻ്റെ 25%, ഡയറക്റ്റ് പ്രൊപ്പോർഷൻ്റെ 25%. ദാറ്റ് ഈസ് 270. 270 രൂപയാണ് വരിക. ഇത് ആഡ് ചെയ്യാം. 0, 7, 3, 0, 80. 80,370. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് സെയിലബിൾ കാസ്റ്റിങ്സ്. അത് എഴുതി വയ്ക്കുക. ടോട്ടൽ കോസ്റ്റ് എന്ന് എഴുതിയാലും മതി. പക്ഷേ സെയിലബിൾ കാസ്റ്റിങ്സിൻ്റെ, വിൽക്കാനുള്ള കാസ്റ്റിങ്സിൻ്റെ ടോട്ടൽ കോസ്റ്റ് 80,370. 80,370. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊരു തെറ്റ് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ 10% എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ 100 യൂണിറ്റ് 100 ടൺ എന്നാണ് പറയുക. പക്ഷേ
ഫിനിഷ്ഡ് യൂണിറ്റ്സിൻ്റെ മുകളിലാണ്. ഇവിടെ ഓൾറെഡി 100 ടണ്ണ് സ്ക്രാപ്പ് ചെയ്തുല്ലോ, ബാക്കിയുള്ള 900 ടണ്ണാണ്. ആ 900 ടണ്ണിൻ്റെ 10% എന്ന് പറയുമ്പോൾ 90 യൂണിറ്റ്സ് ആണ് വരുള്ളൂ. അപ്പോൾ അത് കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 305, ഇല്ലസ്ട്രേഷൻ 22. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം, കുട്ടികൾ ശ്രദ്ധിക്കുക. അതിൽ 22 എന്നുള്ള ക്വസ്റ്റ്യനിൽ ഫോളോയിങ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഫ്രം ദ ബുക്സ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി ഫോർ ദ ഇയർ എൻഡഡ് 31st December 2019. ഓപ്പണിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് 10,000 ഉണ്ട്, റോ മെറ്റീരിയൽസ് 10,000 ഉണ്ട്. പർച്ചേസസ് 1,05,000. ഫാക്ടറി വേജസ് 1,90,000. ഫാക്ടറി ഓവർഹെഡ്സ് 35,000. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് 20,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് 80,000, റോ മെറ്റീരിയൽസ് 9,800. സെയിൽസ് 3,78,000. അടുത്ത പാരഗ്രാഫായിട്ട് the number of products manufactured was 4,000 including those sold and those in stock at the end. അപ്പോൾ 4,000 യൂണിറ്റാണ് നമുക്ക് വേണ്ടത് മാനുഫാക്ചർ ചെയ്യുന്നത്, അത് വിൽക്കുന്നതും അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കൊക്കെ കൂടിയിട്ട്. ദ കമ്പനി വിഷസ് ടു സപ്ലൈ, അടുത്ത പാരഗ്രാഫാണ്, ദി കമ്പനി വിഷസ് ടു സപ്ലൈ 1,200 യൂണിറ്റ്സ് ഓഫ് ദ പ്രോഡക്റ്റ് ഇൻ ദ കമ്മിങ് പീരീഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി അബവ് ഫിഗേഴ്സ്. ഫുൾ സ്റ്റോപ്പ്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് ലേബർ will increase by 15% and 10% respectively. അപ്പോൾ മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 15%, ലേബറിൻ്റെ കോസ്റ്റ് 10% എന്ത് വരുന്നു, ഇൻക്രീസ് ചെയ്യുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാൽക്കുലേറ്റ് ദ പ്രൈസ് ടു ബി കോട്ടഡ് അസ്യൂമിങ് ദാറ്റ് ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. ഓവർഹെഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ള അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ എക്സ്പെക്റ്റഡ് എന്താണ് ഇൻക്രീസൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോസ്റ്റ് ഷീറ്റ് 1,200 യൂണിറ്റിൻ്റെ ഒരു ടെൻഡർ കോസ്റ്റ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഇത് നേരത്തെ നമ്മൾ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസ് ഒരുപാട് എക്സാമിനേഷന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്കിതിൻ്റെ സൊല്യൂഷനിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട് പതിവ് പോലെ. ഫോർ ദി ഇയർ എൻഡിങ് 31st December 2019, 2019 31st Decemberലാണ്. ഔട്ട്പുട്ട് 4,000 യൂണിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 3 കോളം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 3 കോളത്തിൻ്റെ ആവശ്യമില്ല, ഇത് ഇന്നർ കോളം പ്രൊവൈഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് എമൗണ്ട് കോളം, ഇത് പെർ യൂണിറ്റ് കോളം. ഇവിടെ നമുക്ക് പെർ യൂണിറ്റ് അത്യാവശ്യമാണ്, കാരണം അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഉള്ള കാരണം കൊണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് വെച്ചിട്ട് തുടങ്ങാം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് എത്രയാണ്, 70,000. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എഴുതാം 70,000. ആഡ് പർച്ചേസസ് ഓഫ് purchase of raw materials 1,05,000. 1,05,000 ഇത്രയൊക്കെ കഴിഞ്ഞത് അണ്ടർലൈൻ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം ഇതിൻ്റെ ഒന്നും പെർ യൂണിറ്റ് കാണേണ്ട ആവശ്യമില്ല, കാരണം
ഇതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. നമുക്ക് അറിയേണ്ടത് നമ്മൾ ഉപയോഗിച്ച റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് മാത്രമേ നമുക്ക് അറിയണ്ടൂ. അതറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ലെസ് closing stock of raw materials അത് പറഞ്ഞിട്ടുള്ളത് 9800 ആണ്. 9800 അണ്ടർലൈൻ ചെയ്യാം. അത് കുറയ്ക്കുന്ന എമൗണ്ട് നമുക്ക് അടുത്ത കോളത്തിലേക്ക് ഇടാം. 1,65,200. 1,65,200. ഈ 1,65,200 കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ്. അത് എഴുതി വയ്ക്കാം ആദ്യം തന്നെ. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് കൺസ്യൂംഡ് ആണ്. ഇനി അതിൻ്റെ പെർ യൂണിറ്റിലേക്ക് എഴുതണം. നമ്മൾ എത്ര റോ മെറ്റീരിയൽസ് ഉപയോഗിച്ചു എന്നുള്ളതാണ്. 1,65,200 രൂപയുടെ റോ മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിച്ചു. ഇനി അതിനെന്ത് ചെയ്യണം? ഓരോ യൂണിറ്റിനും എത്ര റോ മെറ്റീരിയൽസ് കോസ്റ്റ് വന്നു എന്നറിയാൻ വേണ്ടി 1,65,200നെ 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 41.3 ആണ്. 41 രൂപ 30 പൈസ. ഇനി കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ കൺസ്യൂംഡ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എന്ത് ചെയ്യാം? ഡയറക്റ്റ് വേജസ് ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫാക്ടറി വേജസ് എന്നാണ്. ഫാക്ടറി വേജസ് എന്ന് പറഞ്ഞാലും അത് ഡയറക്റ്റ് വേജസ് ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഫാക്ടറി വേജസ് എന്ന് പറയുന്നത് 1,90,000. 1,90,000. അതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 47.5. ഇത് നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്യാം. 0, 0, 2, 5 ഒക്കെ 1 ഇവിടെ 0, 8, 4, 8. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. കാൽക്കുലേഷൻസ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യുക. കാരണം ഞാൻ ബോർഡിൽ എഴുതുമ്പോൾ ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ആഡ് പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആഡ് ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് നമുക്ക് തന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഫാക്ടറി ഓവർഹെഡ്സ് തന്നിട്ടുണ്ടായിരിക്കും. ഫാക്ടറി ഓവർഹെഡ്സ് 35,000 ആണ്. അത് എഴുതി വയ്ക്കുക. 35,000. 35,000നെ 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക പെർ യൂണിറ്റ് കിട്ടാൻ. അപ്പോൾ 8.75. ചെറിയ ഡെസിമലൊക്കെ ചേഞ്ച് വരാം കേട്ടോ. അങ്ങനത്തെ വ്യത്യാസങ്ങൾ വരാം. ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 0, 0, 2, 97.
655 3 lakh. ഇതിനെയാണ് ഫാക്ടറി കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്ക്സ് കോസ്റ്റ് എന്തായാലും കുഴപ്പമില്ല. നമുക്കിതിനെ ഫാക്ടറി കോസ്റ്റ്. ഫാക്ടറി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കിതിൽ എന്താണ് തന്നിട്ടുള്ളത് നോക്കാം. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് ആണ് തന്നിട്ടുള്ളത് 20,000. അപ്പോൾ ആ പേര് തന്നെ നമുക്ക് എഴുതാം. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. എമൗണ്ട് 20,000 ആണ്. 20,000 ആണ്. 20,000-നെ നമുക്ക് 4,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ യൂണിറ്റ് കിട്ടും. എളുപ്പമാണ്, 5 രൂപ. ഇത്രയായി കഴിഞ്ഞാൽ ഇത് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 0 0 2 0 അപ്പോൾ 4,10,200 102.55. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് അഡ്ജസ്റ്റ്. ഇപ്പോൾ ഇതിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. എത്രയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്? എത്രയാ? 10,000, 10,000. അപ്പോൾ അതിവിടെ പെർ യൂണിറ്റിൽ എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ, അതും പെർ യൂണിറ്റ് ആയിട്ട് ബന്ധമില്ല. 200 0 10,000 എന്ന് പറയുമ്പോൾ ഇവിടെ ആഡ് 4,20,000 4 20 200. ഇനി അതേപോലെ തന്നെ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എത്രയാ? 80,000, 80,000. 80,000 കുറയ്ക്കുന്ന സമയത്ത് 3,40,200 340 200. ഇതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൽ ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ്. ഇനി പ്രോഫിറ്റ്, നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ചെയ്ത് പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ സെയിൽസാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സെയിൽസ് നമുക്ക് എഴുതാം. സെയിൽസ് എഴുതിയിട്ട് അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പോൾ അവിടെ താഴെ എഴുതി വയ്ക്കുക, പ്രോഫിറ്റ് എന്ന് എഴുതി വയ്ക്കുക. പ്രോഫിറ്റ് എന്ന് എഴുതി വെച്ച് ഇത് വരയ്ക്കുക. ദെൻ താഴെ സ്പേസ് ഇല്ല, സെയിൽസ്.
സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട് 3,78,000. 3,78,000 തന്നിട്ടുണ്ട്, അത് എഴുതുക. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ 37,800, 37,800 കിട്ടും. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. അപ്പോൾ ഈ ബേസ് കോസ്റ്റ് ഷീറ്റ് ഇവിടെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതായത് കോസ്റ്റ് 340 340ൻ്റെ എത്ര ശതമാനമാണ് 37,800 എന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യാം? 37,800 ഡിവൈഡഡ് ബൈ 3,40,200 ഹോൾ ഇൻറ്റു 100. അതായത് 37,800 പ്രോഫിറ്റ് കോസ്റ്റിൻ്റെ എത്ര ശതമാനമാണ് അത് കണ്ടുപിടിച്ചാലാണ് അടുത്ത കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് കോസ്റ്റിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 11.11% ആണ്. 11.11%. അപ്പോൾ അടുത്ത കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുമ്പോൾ, കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് ആ കോസ്റ്റ് ഷീറ്റിലെ കോസ്റ്റിൻ്റെ മുകളിൽ 11.11% പ്രോഫിറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇതിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തൊരു ക്വസ്റ്റ്യനാണ്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്തതാണ്. ഇനി അടുത്ത കൊട്ടേഷൻ കോസ്റ്റ് ഷീറ്റാണ് കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഒരു ടെൻഡർ കോസ്റ്റ് ഷീറ്റ്, അല്ലെങ്കിൽ 1200 യൂണിറ്റിൻ്റെ, ഇത് 4000 യൂണിറ്റാണ്, ഇതിൽ നിന്ന് 1200 യൂണിറ്റിൻ്റെ ഒരു കോസ്റ്റ് ഷീറ്റ് നമുക്ക് വരയ്ക്കണം വിത്ത് ആൻറ്റിസിപ്പേറ്റഡ് ചേഞ്ചസ്. അപ്പോൾ നമുക്കിനി ബോർഡ് ക്ലീൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ടെൻഡർ കോസ്റ്റ് ഷീറ്റ് വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റ് വരച്ചത് 4000 യൂണിറ്റിനായിരുന്നു. ഇപ്പോൾ അത് 1200 യൂണിറ്റിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ടെൻഡർ കോസ്റ്റ് ഷീറ്റാണ്. ഇവിടെ ഡേറ്റിൻ്റെ ആവശ്യമില്ല, ടെൻഡർ കോസ്റ്റ് ഷീറ്റാണ്, ഫ്യൂച്ചറിസ്റ്റിക് ഡേറ്റിലാണ്. ഔട്ട്പുട്ട് 1200 യൂണിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. എമൗണ്ട് കോളത്തിന് ചെറിയൊരു മാറ്റം സ്വാഭാവികമായിട്ട് നമുക്ക് വരുത്തണം. പെർ യൂണിറ്റ് റേറ്റ് എഴുതിയിട്ടാണ്, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ടോട്ടലിലേക്ക് വരിക. അപ്പോൾ അത് എപ്പോഴും ബേസ് കോസ്റ്റ് ഷീറ്റ് കഴിഞ്ഞ് കൊട്ടേഷൻ ടെൻഡർ കോസ്റ്റ് ഷീറ്റ് വരയ്ക്കുന്ന സമയത്ത് പെർ യൂണിറ്റ് ആദ്യവും ടോട്ടൽ രണ്ടാമതാണ് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം എഴുതി തുടങ്ങാം. മെറ്റീരിയൽ. റോ മെറ്റീരിയൽ എന്നാണ് എഴുതേണ്ടത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, മെറ്റീരിയൽസ് എന്ന് എഴുതാം. മെറ്റീരിയൽസ് എഴുതിയിട്ട് ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റിൽ മെറ്റീരിയലിൻ്റെ റേറ്റ് നോക്കുക. 41 രൂപ 30 പൈസയാണ്. അപ്പോൾ നമ്മളതിവിടെ എഴുതി. ഇവിടെ എഴുതാൻ കാരണം ചേഞ്ച് ഉണ്ട്. 41 രൂപ 30 പൈസയാണ്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് മെറ്റീരിയൽ കോസ്റ്റ് എന്ത് ചെയ്യുന്നു? 15% ഇൻക്രീസ് ചെയ്യുന്നു, 15%, അല്ലേ? അപ്പോൾ പ്ലസ് ഇനി എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ 15%, 41 30 ഇൻറ്റു 15/100, അത് കൂട്ടണം. രണ്ട് ഡബിൾ ബ്രാക്കറ്റ് വന്നാണ്. 41 രൂപ 30 പൈസയുടെ കൂടെ അതിൻ്റെ 15%. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുമ്പോൾ പകുതി വരും. ദെൻ പ്ലസ് അതിൻ്റെയും പകുതി കൂടി കൂട്ടണം. അങ്ങനെ കൂട്ടുന്ന സമയത്ത് നമുക്ക് വരുന്നത് 47 രൂപ 495 പൈസയാണ്. ഇത് 3 ഡെസിമൽ എടുക്കാണ്ട് 4,9 എന്നുള്ളത് 50 പൈസയായിട്ട് എടുത്തു കഴിഞ്ഞാൽ ടോട്ടലിൽ വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ പെർ യൂണിറ്റ് എടുക്കുമ്പോൾ മിനിമം 3 ഡെസിമലിലേക്കെങ്കിലും എടുക്കണം കേട്ടോ. എന്നാലും ചെറിയ ഡിഫറൻസ് വരും, ചെറിയ പൈസയുടെ രൂപയുടെ ഒക്കെ വ്യത്യാസങ്ങൾ വരാം. ഇനി അതിനെന്ത് ചെയ്യുക? 1200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1200 യൂണിറ്റ് അല്ലേ? അപ്പോൾ ടോട്ടലിൽ എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ 56,994, 56,994 rupees. 56,994 rupees. അടുത്ത വേജസ്. വേജസ് ഇതുപോലെ തന്നെ ചേഞ്ച് ഉണ്ട്. വേജസ് നമുക്ക് ആദ്യം തന്നെ നോക്കാം. കഴിഞ്ഞ കോസ്റ്റ് ഷീറ്റിൽ 47.5 രൂപയാണ്.
47.5 പ്ലസ് 47.5-യുടെ 10%, 10/100. ഡബിൾ ബ്രാക്കറ്റാണ്. 47.5 4 രൂപ 75 പൈസയാണ് 10% എന്ന് പറയുന്നത് അല്ലേ. അത് കൂട്ടുന്ന സമയത്ത് 52 രൂപ 25 പൈസ. അത് ഇൻറ്റു 1200 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് കോളത്തിൽ കിട്ടും. ദാറ്റ് ഈസ് 62,700. ഇനി വേറെ ഐറ്റംസ് ഒന്നുമില്ല. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈം കോസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇവിടെ 4, 9, 16, 1, 19. ഇവിടെ 5, 99.745. മറ്റത് 1,19,694. ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ്. അടുത്തത് എന്ത് ചെയ്യുക? ആഡ് ഫാക്ടറി ഓവർഹെഡ് എന്നാണ് എഴുതേണ്ടത് അല്ലേ. അത് തന്നെ എഴുതാം. അതിൽ മാറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫാക്ടറി ഓവർഹെഡ്സ്. ഫാക്ടറി ഓവർഹെഡ്സ് നേരത്തെ ചെയ്ത എമൗണ്ട് തന്നെ അതിൽ മാറ്റില്ല. 8.75. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10,500. അത് അണ്ടർലൈൻ ചെയ്യുക. 4, 9, 108.495. then 1,30,194. ഇതാണ് ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഫാക്ടറി കോസ്റ്റ് കിട്ടി. അതിൽ മാറ്റമൊന്നും ഫാക്ടറി ഓവർഹെഡിൽ മാറ്റമില്ല. അടുത്ത അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡിലും ചേഞ്ച് ഇല്ല. അതും ആഡ് ചെയ്താൽ മതിയായിരിക്കും. ആഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 5 രൂപയാണ് നേരത്തെ കോസ്റ്റ് ഷീറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ 5 രൂപ എഴുതി വയ്ക്കുക. ദെൻ 5 ഇൻറ്റു 1200, 1200 ഇൻറ്റു 5, അപ്പോൾ 6,000. 6,000. 4, 9, 1, 6, 3, ഇവിടെ 5, 9, 113.495. 1,36,194. ഇതാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കിട്ടി നമുക്ക്. ഇപ്പം നേരത്തെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സെയിൽസ് എഴുതി പ്രോഫിറ്റ് കാണുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഡ് ചെയ്യാം. പ്രോഫിറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നു. നേരത്തെ ബേസ് കോസ്റ്റ് ഷീറ്റിലെ പ്രോഫിറ്റ് കോസ്റ്റിൻ്റെ 11.11% അപ്പോൾ ഇവിടെയും അത് തന്നെ
പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് 11.11% ഓഫ് കോസ്റ്റ് ഏതാ? ഇതാണ് കോസ്റ്റ്. 1,36,194 നമ്മുടെ കോസ്റ്റ് അല്ലേ? അതിൻ്റെ എത്ര ശതമാനം? 11.11%. അപ്പോൾ 15,131. ഇനി ഇതിനെ 1200 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 12.609. ഇതിൻ്റെ അക്യുറസി ഒന്ന് ചെക്ക് ചെയ്യണം. ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. 1,51,325. ഇവിടെ 126.104. ഇതാണ് സെയിൽസ്. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഇതാ 2 റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെയൊക്കെ സാധാരണ പോലെ കേട്ടോ. നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നല്ല, ഈസിയാണ്. അപ്പോൾ കുട്ടികൾ നന്നായിട്ട് പഠിക്കുക. എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തുകയാണ്. താങ്ക് യു വെരി മച്ച്.